നന്ദുവിന് ട്രെയിനറുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വരുന്നുണ്ട്. അവളെ ഇട്ട് അതുപോലെ ക്രൂരമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ആ മുത്തശ്ശനെ വിളിച്ച് കാര്യം പറയാന്ന്. മൂർത്തി സാറിനെ വിളിച്ച് പറഞ്ഞാലേ ഇയാളല്ല ഇയാളുടെ അപ്പുറത്തുള്ള ആൾ വരെ വാലും ചുരുട്ടി ഓടിക്കോളും. അതൊന്നും വേണ്ട. നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വന്ന ആളല്ലേ, അയാൾക്ക് ചിലപ്പോ അയാളുടെ ഉദ്ദേശം എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് വേറെ പ്രശ്നത്തിൽ നിൽക്കേണ്ട. മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ അയാൾ ഡിസ്മിസ് ചെയ്യുവോ സ്ഥലമാറ്റമൊക്കെ ചെയ്യും. അതൊക്കെ പിന്നെ കൂടുതൽ പ്രശ്നമാവും. എനിക്ക് എങ്ങനെയെങ്കിലും SI ആയിട്ട് ഇവിടുന്ന് പുറത്തെടുക്കണം. അത് മാത്രമേ എൻ്റെ ചിന്ത. അപ്പോഴേക്കും ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ശ്രദ്ധിച്ചായിരുന്നോ അയാളെ? നീ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും അയാൾ നിന്റെ വീഡിയോ എടുക്കുന്നുണ്ടോ? എന്റെയോ? അതെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അയാളുടെ ഉദ്ദേശം മറ്റെന്തോ ആണ്. എനിക്ക് തോന്നുന്നു നിന്നെ അയാൾക്ക് നേരത്തെ അറിയാന്ന്. എന്നെ എങ്ങനെ അറിയാനാ? ഇവിടെ വെച്ച് ആദ്യമായിട്ട് ഞാൻ അയാളെ കാണുന്നത്. നമുക്കറിയണമെന്നില്ലല്ലോ, നമ്മളെ അറിയുന്ന എത്രയോ പേര് കാണും. അതുപോലെ ആയിരിക്കത്തില്ലേ അയാളും? അയാൾ എന്തൊരു ഉദ്ദേശം കൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുക. എന്നോട് ചോദിക്കുക, നീ അവളുടെ റൂംമേറ്റ് അല്ലേ? നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിലേ 3-4 റൗണ്ട് ഓടിക്കോളാൻ. അപ്പം അയാൾ മനഃപൂർവ്വം പറയുന്നതല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മൂർത്തി സാറിനെ വിളിച്ച് കാര്യം പറയാൻ. വരട്ടെ, സമയമാവട്ടെ, അപ്പം ഞാൻ വിളിച്ച് പറയാം. അല്ലാതെ ഇപ്പോഴൊന്നും വിളിച്ച് പറഞ്ഞ് വെറുതെ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട എന്ന് നന്ദു പറയുന്നുണ്ട്. അങ്ങനെ അന്ന് ഒരു ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും പതിയെ ഓടാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അന്നും നമ്മുടെ നന്ദുവിന് കഠിനമായ പരിശീലനം തന്നെ കൊടുക്കാണ്. മുള്ളുവേലിയൊക്കെ വെച്ചിട്ട് അതിൽ കൂടി വലിഞ്ഞു കയറാൻ പറയുന്നുണ്ട്. നന്ദു പറയാണ്, സാർ അത് വേണോ? അങ്ങനെ കയറി ഉറപ്പായിട്ടും ദേഹമൊക്കെ കീറിമുറിയും. അത് മാത്രമല്ല അതിന്റെ ഹോള് ചെറുതാണ്. ഓഹോ, നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? എനിക്കറിയാം ആർക്ക് ഏത് ടെസ്റ്റ് കൊടുക്കണമെന്ന്. മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നന്ദു നീ അത് ചെയ്യാൻ നിൽക്കണ്ട, അത് ഭയങ്കര അപകടമാണ്. നീ നോയിക്കേ, സാധാരണ ഇത് ഇങ്ങനെ രീതിക്കൊന്നും അല്ല. മണ്ണിനടിയിൽ പോഴ്ത്തി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കാറ്. അതും നല്ല വട്ടം കാണും, നല്ല സ്പേസ് കാണും. നമ്മുടെ ശരീരം നോവാതെ നമുക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനൊന്നും അല്ല. നോയിക്കേ, അതിന് വട്ടം തീരെ കുറവാ. നീ കയറി ഉറപ്പായിട്ടും നിന്റെ ശരീരം മുറിയും. അതിനോട് മനഃപൂർവ്വം ചെയ്യാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാടി? ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇയാൾ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. SI ആയിട്ട് എന്നെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. അതുണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ആണെങ്കിൽ ആ ഇത് ചെയ്യാന്ന് പറഞ്ഞ് റെഡിയാവുന്നുണ്ട്. അപ്പോഴേക്കും വേണന്റെ മെസ്സേജ് വരുന്നുണ്ട്. എന്തായി സാറേ, അവളെ കൊണ്ട് ആ മുള്ളുവേലിച്ചാടി കളിപ്പിച്ചോ? ദാ ഇപ്പൊ നടക്കും, താങ്കൾ ലൈവായിട്ട് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ വീഡിയോ കോൾ വഴി വേണുവിനെ ആ രംഗമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു അതിൽ കൂടി ഞൊഴഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവളുടെ കൈയും അവളുടെ പുറമൊക്കെ മുറിയുന്നുണ്ട് കേട്ടോ. അവൾ വേദനയോടെ കരയുന്നുണ്ട്. ഇത് കണ്ട് വേണുവും അവന്റെ ഭാര്യയും അനാമികയും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. നല്ല സന്തോഷമുള്ള കാഴ്ച തന്നെയല്ലേ ചായി കാണുന്നത്? പിന്നെ അല്ലാതെ, എന്റെ മോളെ അവള് കുറെ വട്ടം ചുറ്റിച്ചല്ലേ, ഇനി അവള് കുറെ വട്ടം ചുറ്റട്ടെ. കണ്ടോ അവളുടെ ശരീരം പൂർണ്ണ ചോര ഒഴുകുന്നത്? എന്റെ മോള് കണ്ടോ? അവളോട് SI ആയിട്ടൊന്നും പുറത്തു പോകാൻ പോകുന്നില്ല. അവനെ ഞാൻ അത്രയ്ക്ക് ഞാൻ അവനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അവളോടൊന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല. അവളെ എത്രയും പെട്ടെന്ന് അവനോടൊന്ന് ഔട്ടാക്കും എന്ന് പറയാണ്. എന്തായാലും മുത്തശ്ശനൊന്നും ഇത് അറിയാതിരുന്നാൽ മതിയായിരുന്നു. അവളെ കൂടുതൽ കഷ്ടപ്പെടുത്താണെന്നങ്ങൾ അറിഞ്ഞാലേ, എന്തെങ്കിലും അന്വേഷണം വന്നാലേ എല്ലാം തലകീഴെ മറിയും എന്ന് അനാമിക പറയുന്നുണ്ട്. അത് മോള് പറഞ്ഞത് ശരിയാ. പറഞ്ഞിട്ടുണ്ട് അയാളുടെ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന്. അത് വേണ്ട വിധത്തിൽ ചെയ്തോളും എന്നാ വേണു പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നന്ദുവിന്റെ ഫ്രണ്ട് ഇത് കണ്ട് ആ മൊബൈലിൽ അയാളെ വീഡിയോ കോൾ വിളിക്കുന്നതും കാണിക്കുന്നതും അയാളുടെ സംസാര രീതിയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കൂടെ വന്ന ബാക്കിയുള്ള ആ ബോയ്സും ഗേൾസും, അതായത് SI ആകാൻ വന്നിട്ടുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും തന്നെ, അവരെല്ലാവരും ഭയങ്കര സങ്കടത്തോടുകൂടി ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. നന്ദുവിനെ മാത്രം അത്ര കഠിനമായ പരിശീലനമൊക്കെ ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ നന്ദു അത് ചെയ്ത് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നന്ദുവിന്റെ 2 കൈയും 2 ഷോൾഡറും അവളുടെ പുറവും നന്നായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ആ കൂട്ടുകാരിക്ക് സങ്കടം വരുന്നുണ്ട്. അടുത്തേക്ക് വരുമ്പോഴേക്കും എന്താ കാര്യം, മര്യാദയ്ക്ക് മാറി നിൽക്കുക. ഇനി ഒരു 20 റൗണ്ട് കൂടി ഓടിക്കോ എന്നും പറഞ്ഞിട്ട് നന്ദോട് ഓടാൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ വന്നിട്ട് ആ നന്ദന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഇതെന്താടി സാർ ഇങ്ങനെ ഇവളോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? എന്താ ക്രൂരതയെ കാട്ടുന്നേ? നമുക്ക് കംപ്ലൈന്റ് ചെയ്താലോ എന്ന് പറയുമ്പോഴേക്കും നന്ദുവിന് ഫ്രണ്ട് പറയാണ്, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ അവളുടെ ശിക്ഷ കടുപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇതൊന്നും ഇയാളെ സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കുന്ന നല്ലത്. നന്ദനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ മൂർത്തി എന്ന് പറഞ്ഞ മുത്തശ്ശനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അവരറിഞ്ഞാലേ ഇയാളുടെ ഈ ജോലി തന്നെ തീർപ്പിക്കും എന്ന് ഇവള് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു വീണ്ടും വയ്യാതെ
ആ ചോരൊലിപ്പിച്ചുകൊണ്ട് അതിലേക്കൂടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിന്ന് ക്ഷീണിച്ചെന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ ഇരുന്ന് കളഞ്ഞത്? ഇനിയുണ്ട് സാർ, ഞാൻ തീരെ വയ്യ. ദാ എന്റെ കൈയൊക്കെ മുറിഞ്ഞ് ചോര ഇടുന്നത് സാറ് കാണുന്നില്ലേ? എസ് ഐ ആണെങ്കിലേ കുറച്ച് കഷ്ടപ്പാടാ. അല്ലെങ്കിൽ നീയൊന്നും ഇപ്പണിക്ക് നിൽക്കരുത്. പെട്ടിയും കിടക്കിയെടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ. സാർ അങ്ങനെ പറയരുത്. ബാക്കിയുള്ള ആർക്കും തന്നെ സാർ ഇത്ര കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഇത് ശിക്ഷയൊന്നുമില്ല, ഇത് ട്രെയിനിങ്ങാ. ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ല സാർ, മറ്റാർക്കും ഇല്ലാതെ പോലെ എനിക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നീ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി. ചെയ്താൽ നിനക്ക് ഇവിടുന്ന് എസ് ഐ ആയിട്ട് പുറത്തിറങ്ങാം. അല്ലെങ്കിലേ നിനക്ക് ഇവിടുന്ന് ഇപ്പൊ തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഇനി കുറച്ചു നേരം പോയിട്ട് ജമ്പിങ് ചെയ്തോളാം പറയാണ്. സാർ, ഞാൻ തീരെ അവശയായി. ഞാൻ ഇനി വീണ് പോകും. ആഹാ, അത്രയ്ക്ക് അവശയായെങ്കിലേ ഇറങ്ങിക്കോ ഇവിടുന്ന് എന്ന് പറയുമ്പോഴേക്കും നന്ദു പോയിട്ട് അയാൾ പറഞ്ഞ ആ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നന്ദു ആകെപ്പാടെ അവശയായിട്ട് തളർന്ന് വീഴുന്നുണ്ട്. കൂട്ടുകാർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാണ്. ഇതൊക്കെ കണ്ട് വീണും അനാമികയും നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയാളെ വിളിച്ചിട്ട് ട്രെയിൻ വിളിച്ച് വേണോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് വേണോട്ടാ എൻ്റെ പരിശീലനം? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊക്കെ പ്രതിഫലവേ ഞാൻ ഉറപ്പായിട്ടും തരും കേട്ടോ. നമ്മുടെ മോളെ ഒരുപാട് ഉപദ്രവിച്ചത് അവള്. കണ്ട ആണുങ്ങളെല്ലാം തല്ലി ഒരുപാട് കേസും വക്കാണൊക്കെ ഉള്ളവളാ. കാശിന്റെ പുറത്ത് അവളതെല്ലാം ഒഴിവാക്കി വിടുന്നതാ. അവളെ ഒരിക്കലും എസ് ഐ ആവാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അവളിവിടുന്ന് എസ് ഐ ആയിട്ട് ഇറങ്ങില്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വാക്ക് തരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ആകെപ്പാടെ വയ്യാണ്ടായിട്ട് റൂമിലിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. എങ്കിലും അയാൾ ചെയ്തത് കുറച്ച് കടന്ന കൈയായിപ്പോയി. നമുക്കൊന്ന് കംപ്ലൈന്റ് ചെയ്താലോ? ആരോട് കംപ്ലൈന്റ് ചെയ്യാനാ? ആരോട് പോയാലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ടെ അവസാനം നമ്മൾ പുറത്താവും. അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് നന്ദു പറയുമ്പോഴേക്കും, ഞാൻ പറഞ്ഞല്ലേ നിന്റെ വീട്ടിൽ ഇവരെ അറിയിക്കാൻ. നിനക്കറിയാമല്ലായിട്ടാ എൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ടൊന്നും ഞാൻ യൂണിഫോം ഇടുന്നതിനോട് യാതൊരു താല്പര്യമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായാലേ അപ്പോൾ തന്നെ അവർ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അത് വേണ്ട. നിന്റെ ചേച്ചിമാരുടെ വീട്ടിൽ അറിയിച്ചാലേ ഇങ്ങേറെ തൊപ്പിയല്ല തല വേണേ തെറിപ്പിക്കുമല്ലോ. പിന്നെ നിനക്കെന്താ ബുദ്ധിമുട്ട്? ഒന്നും ശരിയാവില്ലടി. എന്തായാലും നല്ല ക്ഷീണം, ഞാൻ ഉറങ്ങട്ടെ. ഇനി രാവിലെ 4 മണിയാകുമ്പം അയാളൊന്നെ കുത്തിപ്പൊക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഫ്രണ്ട് ചോദിക്കാണ്, നമുക്കേ അയാൾക്കൊട്ട് ചെറിയൊരു പണി കൊടുത്താലോ? പണി കൊടുക്കാനോ? എന്ത് പണി? നിനക്കെന്താ? ഇവിടെ മൊത്തം CCTV ക്യാമറകളാ. നമുക്കിവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ഇവിടുന്ന് ഇറങ്ങിയാൽ തന്നെ അയാൾ നമ്മളെ പിടികൂടും. അതൊന്നും അല്ലടി, എനിക്ക് അതിൻ്റെ വഴിയൊക്കെ അറിയാം. എന്ത് വഴി അറിയാന്ന്? അതൊക്കെ ഉണ്ട്. അയാൾക്കിട്ടെ നല്ല രണ്ടെണ്ണം പൊട്ടിക്കണം. രാത്രിയിൽ എന്നും അയാൾക്കൊരു മദ്യസേവയൊക്കെ ഉണ്ട്. എവിടെ നിന്നറിയാമോ? നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഒക്കെ താഴെയായിട്ട് ഒരു പൂടിയിട്ട മുറി നീ കണ്ടോ? ആ മുറി കൂടെ താഴെ ചെല്ലുന്നതേ ചെറിയൊരു ഗോഡൗൺ പോലത്തെ സ്ഥലത്താ. അവിടെയാണ് അയാൾ രാത്രി മിക്കവാറും ഇരുന്ന് മദ്യസേവയൊക്കെ ചെയ്യാറ്. പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞ കാര്യമാണ്. അതിന് നീ എന്താ ഉദ്ദേശിക്കുന്നേ? അയാളെ നല്ലതായിട്ട് കുടിച്ച് ഒരു 12 മണിയൊക്കെ ആവത്തിനും അയാളുടെ ബോധം പോകുന്ന രീതി ആവും. അവിടെ എങ്ങും CCTV ഒന്നും ഇല്ല. അവിടെ പലരെയും കൊണ്ട് ഇരുട്ടടിക്കുന്ന സ്ഥലമാക്കി അയാൾ. നമുക്ക് അവിടെ കൊണ്ടിട്ട് അയാൾക്ക് ശരിക്കും താങ്ങിയാലോ? നീ നല്ല ഫൈറ്റർ കൂടല്ലേ? എടി, അതൊക്കെ വലിയ റിസ്ക്കാ. നമ്മളാ ചെയ്യുന്നറിഞ്ഞാലേ പിന്നെ നമ്മൾ ഈ സ്വപ്നം കണ്ടൊന്നും എല്ലാം ഇല്ലാതാവും. പോലീസ് എന്നത് നമ്മുടെ സ്വപ്നം മാത്രമായിട്ട് മാറും. ഇവിടെ കയറിയൊക്കെ നമ്മൾ അങ്ങനെ അക്രമം കാണിച്ചാലേ പിന്നെ ഒരിക്കലും നമുക്കൊരു പോലീസ് ആവാൻ സാധിക്കില്ല എന്ന് നന്ദു പറയുമ്പോൾ, എന്തായാലും അയാൾക്ക് രണ്ടെണ്ണം പൊട്ടിക്കണം. ഇന്ന് തന്നെ ആ കമ്പി വല്ലത്തിലൂടെ പോയപ്പോഴേ എൻ്റെ ചങ്ക് കത്തുമായിരുന്നു. നീ ആയതുകൊണ്ടല്ലേ എല്ലാം ക്ഷമിച്ചത്. നിന്റെ ശരീരത്തെ മുറിവ് കണ്ടോ? ഇതൊക്കെ ആർക്കെല്ലാം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തായാലും ഞാൻ ചെയ്യാൻ പോവാ, നീ വന്നില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ വെയിറ്റ് ചെയ്യും, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു 12 മണിയാവുന്നതിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിവ് പോലെ തന്നെ അയാൾ മദ്യമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാർ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ അയാൾ ഇരിപ്പുണ്ട് കേട്ടോ. അയാളും അയാളുടെ 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഫ്രണ്ട്സ് ചോദിക്കാണ്, എന്താ ആ നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് നിനക്കെടുത്ത ദേഷ്യം? അവളിട്ട് കുറെ നീ ചെയ്യിപ്പിക്കുന്നത് കണ്ടല്ലോ. അപ്പം ട്രെയിനർ പറയാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അവളെക്കുറിച്ച് കുറച്ചും കൊണ്ട് ചെയ്യിപ്പിക്കണം. കുറേ കേസൊക്കെ ഉള്ള പെണ്ണാ അവള്. പോലീസായാലേ എല്ലാവർക്കും തലവേദനയാവുമെന്ന് ഒരു അറിവ് കിട്ടി, അതുകൊണ്ടാ. അപ്പോഴേക്കും മറ്റുള്ളവർ പറയുന്നുണ്ട്, അതെ, ആ കുട്ടി എവിടുത്തെ നിനക്കറിയാവോ? എവിടുത്തെ കുട്ടിയാ? മറ്റേ മൂർത്തി എന്ന് പറഞ്ഞ ആളെ നീ കേട്ടുണ്ടോ? അനന്തപുരം തറവാട് മൂർത്തി ജ്വല്ലറിലെ മൂർത്തി.
ആ കേട്ടുണ്ട്. അയാളുടെ വീട്ടിലെ കൊച്ചാ അത്. അയാളുടെ വീട്ടിലെ കൊച്ചാണോ എന്ന് ചോദിക്കുമ്പം അതെ, അയാളുടെ വീട്ടിലെ കൊച്ചാ. എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ അവിടെ അറിഞ്ഞാലേ നിനക്ക് പിടി വീഴും. നിന്റെ സസ്പെൻഷനും ഡിസ്മിസും എല്ലാം ഒരുമിച്ച് കൈ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവളുടെ സ്വഭാവത്തിൽ നല്ലതല്ലെന്നാണല്ലോ പുറത്ത് പറയുന്നത്. സ്വഭാവം എന്താണെന്നൊന്നും നമുക്കറിയില്ല. കുറെ പേര് തല്ലിട്ടൊക്കെയുണ്ട്, തല്ലുകേസൊക്കെ ഉണ്ട്, കോടതിയിലും ജയിലിലും ഒക്കെ ആയ ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ആളൊരു പെൺപുലിയാ, കരുതിയിരുന്നോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്കിട്ട് പണി കിട്ടായിരുന്ന കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫ്രണ്ട്സ് രണ്ടുപേരും അടുന്ന് പോവാണ്. ഈ സമയത്ത് ഈ നന്ദുവും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ആരും കാണാതെ ആ രഹസ്യവാതിലിൽ കൂടി താഴേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അയാൾ കുടിച്ച് നല്ല ബോധങ്ങളായിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു പിന്നിൽ കൂടെ പോയിട്ട് അയാളുടെ മുഖത്ത് ഒരു തുണിയിട്ട് മൂടിയിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അയാൾ താറയിൽ ഉരുട്ടിയിട്ടിട്ട് അവിടെ കിടന്ന കമ്പൊക്കെ എടുത്ത് അടിച്ച് ശരിയാക്കുന്നുണ്ട്. അയാൾ വേദനയുടെ പൊളഞ്ഞ് കാറുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അടിച്ച് രണ്ടുപേരും കൂടി അയാളെ ഇഞ്ച പരുവാക്കുന്നുണ്ട് കേട്ടോ. അയാൾ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കുന്നുണ്ട്. നന്ദുവിന് കൊടുത്തതിന് ഇരട്ടിയായിട്ട് അയാൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനു ശേഷം അവർ രണ്ടുപേരും ആ വടിയൊക്കെ താഴോട്ട് മിണ്ടാതെ പതിയെ വന്ന വഴി കൊണ്ടുവന്ന് തിരിച്ചു പോയിട്ട് ഒരു അടയാളങ്ങളും ഇല്ലാതെ തിരിച്ചു പോയി കിടന്ന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ രാവിലെ 4 മണിക്ക് വിളിക്കാൻ ആ ട്രെയിനിൽ വരുന്നില്ല. അങ്ങനെ എല്ലാവരും 6:30 എണീച്ച് പോയി നോക്കുമ്പോഴേക്കാണ് മറ്റൊരു ട്രെയിനർ പറയുന്നത് പുള്ളിക്കാരൻ ഇന്നലെ രാത്രി 6 എടുത്തിട്ട് ശരിക്കും പെരുമാറി. പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഇവരറിയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവും ഫ്രണ്ടും ഒന്ന് ചിരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ആരാണേലും അയാളെ ശരിക്കും എടുത്തിട്ട് നല്ല ഇഞ്ച പരുവാക്കി അയാളെ ഇടിച്ചു വീണ് ചാറെടുത്തിട്ടുണ്ട്. എന്തായാലും CCTV ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചാണ് പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പണ്ടുകാലത്ത് ശത്രുക്കളെല്ലാം ആയിരിക്കുമെന്ന് പരസ്പരം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് എന്തായാലും അയാൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ ഞാനായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക, ഞാൻ ട്രെയിനിങ് തരിക എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവിൻ്റെ കൂട്ടുകാർ പറയാണ് ഞാൻ പറഞ്ഞില്ലടി നീ കുറച്ചു കാലത്തിന് രക്ഷപ്പെട്ടു. അയാളിന് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ ട്രെയിനിങ് ഒക്കെ നമുക്ക് പൂർത്തിയാക്കണം. അതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ എന്ന് രണ്ടുപേരും കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ നന്ദുവിന് പിന്നീട് അയാൾ വരുന്നത് വരെ സന്തോഷത്തോടുകൂടി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്തവരോട് ചർച്ച ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.